ഈ രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങൾക്കൊന്നും ഒരു പഞ്ഞവും ഉണ്ടാവില്ല. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു BJPയുടെ അടുത്ത സ്ഥാനാർത്ഥി പട്ടികയിൽ റായ്ബറേലിയിൽ നിന്ന് നമ്മുടെ നൂപുർ ശർമ്മ മത്സരിച്ചേക്കുമെന്ന്. അമേഠിയിൽ ഇതുപോലെ ഒരു പെൺപുലിയെ അയച്ചാണ് രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിച്ചത്. ഇപ്പോൾ പ്രിയങ്കയും രാഹുലും UPയിൽ തന്നെ മത്സരിക്കാൻ ഭയപ്പെടുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ശരിക്കും നൂപുർ ശർമ്മയെ കുറേ കാലമായി കാണാനുണ്ടായിരുന്നില്ല. അവർ സ്ഥാനാർത്ഥിയായി വരുമോ? വന്നാൽ അതിലൂടെ നൽകുന്ന സന്ദേശം എന്തായിരിക്കും? നൂപുർ ശർമ്മ സ്ഥാനാർത്ഥിയാകും എന്ന് ഈ ഇംഗ്ലീഷ് ഓൺലൈനുകളിലൊക്കെ കാണുന്നുണ്ട് 2 ദിവസമായിട്ട്. വെറുതെ അങ്ങനെ വരുന്നതായിരിക്കില്ല. ഏതൊക്കെയോ കോണുകളിൽ ആലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ്. അത് പ്രഖ്യാപിക്കാത്തതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പറഞ്ഞിട്ടില്ല, BSPയും സ്ഥാനാർത്ഥിയെ പറഞ്ഞിട്ടില്ല, റായ്ബറേലിയിൽ ആരാണെന്നുള്ളത്. ഇപ്പോൾ സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല, പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം അവിടെ ആയിരിക്കാമെന്ന് പറയപ്പെടുന്നു. പ്രിയങ്ക അവിടെ മത്സരിക്കാൻ ധൈര്യപ്പെടുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. കാരണം ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ ഒറ്റ സീറ്റാണ് കോൺഗ്രസ് ജയിച്ചത്. അത് സോണിയാഗാന്ധി മാത്രമാണ്. ഈ റായ്ബറേലി മാത്രമല്ല സാർ, വേറെ കാര്യമുണ്ട്. റോബർട്ട് വാദ്രയുടെ സ്വത്തുക്കൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. ഭർത്താവിൻ്റെ സ്വത്ത് എത്രയുണ്ടെന്ന് ഭാര്യ മത്സരിച്ചാൽ പറയണം. അത് പറയണം. അപ്പോൾ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് പലതരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം പിച്ചള കച്ചവടക്കാരനായിരുന്ന റോബർട്ട് വാദ്ര പ്രിയങ്കയുടെ ഭർത്താവായതിനു ശേഷം മൊറാദാബാദിലെ ചെറിയൊരു പിച്ചളക്കട, അതാണ് അയാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയത്. എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. അയാളുടെ കുടുംബത്തിലെ 3 പേര് ദുരൂഹ സാഹചര്യങ്ങളിൽ മരിച്ച സംഭവം 2009 മുതൽ. സഹോദരിയും അച്ഛനും സഹോദരനും. അതെ, അപ്പോൾ ഏക അവകാശിയായി. ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം. അതുകൊണ്ട് പ്രിയങ്ക മത്സരിക്കുമോ എന്ന് കണ്ടറിയണം. മറ്റേ റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ പിൻഗാമിയായിട്ട് പ്രിയങ്ക മത്സരിക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നൂപുർ ശർമ്മ ശരിക്കും ഒരു ഫയർ ബ്രാൻഡ് ആണ്. അതെ, അവർ പ്രിയങ്ക ഗാന്ധിക്കെതിരെ നല്ല സ്ഥാനാർത്ഥിയും ആയിരിക്കും. അപ്പോൾ അവർ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രിയങ്കയ്ക്ക് ഒരു ഉൾഭയം ഉണ്ടാവാം, തുടങ്ങാം, ഉൾഭയത്തിൻ്റെ ഒരു തുടക്കം. അപ്പോൾ ഇനി നൂപുർ ശർമ്മ മത്സരിക്കുന്നില്ല എങ്കിൽ തന്നെ പ്രിയങ്കയൊന്ന് ഒരു മനംമാറ്റത്തിന് വേണ്ടി ഈ പേരിട്ട് കളിക്കുകയും ചെയ്യാം. കാരണം അത്രയും വാല്യൂ നൂപുർ ശർമ്മയ്ക്ക്. അതെ, നൂപുർ ശർമ്മ വളരെ ശരാശരി നേതാവായിരുന്നു. പക്ഷേ ആ സേതു ഹിമാചലം അറിയപ്പെടുന്ന ഹിന്ദു മനസ്സുകൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു നേതാവായി വളരെ പെട്ടെന്നാണ് അവരുടെ ഒരു സ്റ്റേച്ചർ മാറിയത്. പക്ഷെ അതിന് മുമ്പ് അവർക്കൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. 2008 ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായിരുന്നു ABVPയുടെ. അത് 8 കൊല്ലത്തിന് ശേഷം ABVPയുടെ ഒരു തിരിച്ചുവരവായിരുന്നു അത്. പിന്നെ അവരുടെ കുടുംബം ഡൽഹിയിലാണ്, സിവിൽ സർവൻസ്, ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. ഇവർ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നാണ് അവർ മാസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെറിറ്റുള്ള ആളാണ് അവർ. അതെ അതെ. അത് കഴിഞ്ഞാണ് ഈ തിരിച്ചു വന്നിട്ട് കേജ്രിവാളിനെതിരെ 2015 മത്സരിച്ച് 31,000 വോട്ടിന് തോറ്റിരുന്നു. അപ്പം മത്സരത്തിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ട് അവർക്ക്. അതെ അതെ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് മര്യാദയ്ക്കും ഒക്കെ രക്ഷപ്പെട്ടു വരാവുന്ന കാലത്ത് ആണ് അവർ നല്ല വക്താവൊക്കെ ആയിരുന്നു. പ്രവാചകൻ അവരവരുടെ ജോലി ചെയ്തു. ശിവലിംഗത്തെയും ശിവ ആരാധന സമ്പ്രദായത്തെയും വളരെ നികൃഷ്ടമായി ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവന്റെ ലിംഗമാണോ എന്നൊക്കെ ചോദിച്ച് ആക്ഷേപിച്ചപ്പോൾ അവർ അതേപോലെ അവരുടെ ഇതര മതവിശ്വാസത്തിലെ ഒരു വിശ്വാസം രേഖപ്പെടുത്തിയിട്ടുള്ള വിശ്വാസം അങ്ങോട്ട് പറഞ്ഞു. അതെ, ഞാൻ വാബി ചർച്ചയായിരുന്നു ടൈംസ് നൗവില്. ആ ചർച്ച നടന്നത് 2022 മെയ് 26. ഈ ചർച്ച ഈ പറഞ്ഞ പോലെ ജ്ഞാൻ വാബിയെ പറ്റി ചർച്ചയാണ്. അപ്പൊ ആ ക്ഷേത്രത്തിനെയും ഹിന്ദു ദൈവങ്ങളെയും ഈ പറഞ്ഞ പോലെ ശിവനെ അത് നൂപുർ ശർമ്മ പിന്നീട് പറയുകയും ചെയ്തു. മാപ്പ് പറഞ്ഞ ശേഷം നൂപുർ പറഞ്ഞു ശിവനെ അപമാനിച്ചത് കൊണ്ടാണ് ഞാൻ ആ കാര്യം അപമാനിച്ചപ്പോൾ അവരൊന്നും ആക്ഷേപിച്ചൊന്നുമല്ല ടെക്സ്റ്റുകളിലുള്ള കാര്യമാണ് പറഞ്ഞത്. കാരണം ഇവരാരും നൂപുർ ശർമ്മ അപമാനിച്ചു എന്ന് പറയുന്ന പോലെ എന്തു പറഞ്ഞ് അപമാനിച്ചു എന്ന് ഒരാളും പറയില്ല. ആയിഷയുടെ കാര്യമാണ് പറഞ്ഞത്. അതെ, അല്ല, ഈ പറഞ്ഞവർ അപമാനിച്ചു എന്ന് പറയുന്നവർ പറയുന്നില്ല. അത് പറയില്ല.
അത് പേരുകൾ പലതും മറച്ചു വെക്കുക. അതെ അതെ, അല്ല അത് പറഞ്ഞാൽ തന്നെ നാണക്കേടാണ്, കുഴപ്പമാണെന്ന് അറിയാം. പറഞ്ഞാൽ നാണക്കേടാണ്. കാരണം വേണ്ട, ഞാനും ഇത് എങ്ങനെ പറയും എന്നുള്ള സംശയം എനിക്ക് ഈ ചർച്ചയിൽ ഉണ്ട് ഇപ്പോഴും. അല്ല എല്ലാവർക്കും അറിയാം, നമ്മളിത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതെ, കാരണം ഈ മിലിറ്റന്റ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുമ്പോൾ ഈ പ്രോഫറ്റിന്റെ സ്ത്രീകൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എഴുതുമ്പോഴും എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല സ്ത്രീകളുണ്ടല്ലോ. പിന്നെ പറയാവുന്നത് വിധവകൾക്ക് അദ്ദേഹം ഒരു ജീവിതം കൊടുത്തു. യുദ്ധം നയിച്ച ആളാണല്ലോ. അതിനൊക്കെ പല രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം, അതെന്തോ ആവട്ടെ. പക്ഷെ നൂപുർ ശർമ്മ എന്ന് പറയുന്ന ആള് ഈ പറഞ്ഞതുപോലെ അവരവരുടെ പ്രതിരോധത്തിന്റെ ഭാഗമായി ടെക്സ്റ്റിലുള്ള ഒരു കാര്യം പറഞ്ഞു. അതിന്റെ പേരിൽ ഒരു മാപ്പ് പറയേണ്ടി വന്നു. ഇപ്പുറത്ത് ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിച്ച ആൾക്ക് ഒരു മാപ്പും പറയേണ്ടി വന്നില്ല. അയാൾ ഹീറോ ആയി. അതെ, ഞാനത് അന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇവർക്കെതിരെ ധാരാളം FIR വന്നു. ഈ FIR എല്ലാം കൂടി കൂട്ടി ഒറ്റ FIR ആക്കാനൊന്നും കോടതി സമ്മതിച്ചില്ല. എന്നിട്ട് ഈ ഹർജി വന്നപ്പോൾ തന്നെ അവിടെ ഒരു പർദിവാല എന്ന് പറയുന്ന ഒരു ജഡ്ജി നിങ്ങൾ ഒറ്റ വരുത്തിയാണ് എല്ലാ കുഴപ്പത്തിനും കാരണം എന്നും വിധി പറയുകയും ചെയ്തു. പിന്നെ എന്തോ കാരണവശാൽ പിന്നീട് അതെല്ലാം ക്ലബ് ചെയ്തു. എന്തോ കാരണവശാൽ ഈ ഒമാനിലെ ഗ്രാൻഡ് മുഫ്തി, അതുപോലെ ഖത്തർ, പിന്നെ കുവൈറ്റ്, ഇറാൻ, അതാണ് അതിൽ ഒരു വഴിത്തിരിവായതെന്ന് തോന്നുന്നു. വിദേശ രാഷ്ട്രങ്ങൾ, ചില മുസ്ലിം രാഷ്ട്രങ്ങൾ, ഖത്തർ ഇന്ത്യ ആയിട്ടുള്ള കച്ചവടമൊക്കെ അവസാനിപ്പിക്കും, നിക്ഷേപങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ അംബാസഡറെയൊക്കെ വിളിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു രാജ്യാന്തര തലത്തില് അത് വലുതാക്കിയത്. വസ്തുതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ രാജ്യാന്തര തലത്തിൽ ഒരു സെറ്റ് ബാക്ക് വന്നപ്പോഴാണ് BJP ഇടപെട്ടതെന്നാണ് എനിക്ക് അന്ന് തോന്നിയത്. ഇതര മതവിശ്വാസങ്ങളെ അപമാനിക്കാതിരിക്കുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. അത് നൂപുർ ശർമ്മയും ചെയ്യണം. പക്ഷെ നൂപുർ ശർമ്മ മാത്രമല്ല ചെയ്യുന്നത്, ഹിന്ദുപക്ഷം മാത്രമല്ല. മറ്റേ ഇപ്പോഴും നോക്കൂ, ഇപ്പോൾ ഹിന്ദു ആരാധനാലയങ്ങളെ ശിവനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എത്ര നികൃഷ്ടമായ ആക്ഷേപങ്ങളും അശ്ലീലങ്ങളുമാണ് പറയുന്നത്. തിരിച്ചു പറഞ്ഞാൽ വലിയ പ്രശ്നമായി. ഇവർക്കെന്തു പറയാം? അതല്ല, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണ്. അങ്ങോട്ട് പരസ്പര വിശ്വാസവും ബഹുമാനവും എല്ലാവരും പാലിക്കണം. അതെ, വേണം. ഞാൻ മുമ്പ് ഈ ഒരു ഇസ്ലാമിക സംഘടനയുടെ ഒരു ചടങ്ങിന് ഞാൻ മാധ്യമത്തിലൊക്കെ എഴുതുന്ന കാലത്ത് ഈ ചെങ്കൊടി പുതച്ച കലഹം എന്ന് പറഞ്ഞിട്ട് CPMന്റെ ചരിത്രം, ഇപ്പോൾ നക്ഷത്രവും ചുറ്റിക എന്ന് പറഞ്ഞ പുസ്തകം, ആ ചരിത്രം എഴുതുന്ന കാലത്ത് അവരുടെ സംഘടന വിളിച്ചിട്ട് ഞാൻ വടകരയിൽ സംസാരിക്കാൻ പോയപ്പോൾ ഉച്ചയാണ്, ഒരു ശക്കൽ എനിക്ക് കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറകിൽ ഒരു വീടിനോട് ചേർന്ന് കിടക്കുമ്പോൾ ഒരു മൗലവി ഈ ചടങ്ങിൽ തന്നെ എനിക്ക് മുമ്പ് പ്രസംഗിക്കുന്നുണ്ട് ശിവരാത്രിയെ പറ്റി. ആ ശിവരാത്രി ശിവൻ കാമകിളികൾ നടത്തുന്ന രാത്രിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഉറങ്ങിയില്ല. കാരണം ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല. ആ മതവിശ്വാസികൾ മാത്രമേ ഉള്ളൂ അവിടെ. ഞാൻ മാത്രമാണ് ഹിന്ദുവായിട്ട് പ്രസംഗിക്കാൻ പോയിരിക്കുന്നത്. അവർ വിളിച്ച CR നീലകണ്ഠൻ ഒട്ട് വന്നിട്ടുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു പ്രസംഗമാണ്, മണപ്പുറത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും വളരെ വിചിത്രമായ, അസാധാരണം. അതൊക്കെ കേസെടുക്കാൻ ആരുമില്ല നമ്മുടെ രാജ്യത്ത്. അത്തരം കേസുകൾ എങ്ങനെയെങ്കിലും തേച്ചുമാച്ച് കളയാനല്ലേ നോക്കുള്ളൂ. ഇപ്പം മതം വെള്ളിയാഴ്ച പറ്റില്ല എന്ന് പറയുന്നു. മതമാണല്ലോ കലർത്തുന്നത് രാഷ്ട്രീയത്തിൽ. അത് മതേതരത്വമാണെന്ന് ചിത്രീകരിക്കാനും കുറേ ആളുകൾ. നൂപുർ ശർമ്മ സ്ഥാനാർത്ഥിയാവോ ഇല്ലയോ നമുക്ക് 1-2 ദിവസം അറിയാം. പക്ഷേ നൂപുർ ശർമ്മ സ്ഥാനാർത്ഥിയായാൽ അതിനെതിരെ വലിയൊരു പ്രൊട്ടസ്റ്റ് ഉണ്ടാവുമോ? നൂപുർ ശർമ്മ സ്ഥാനാർത്ഥിയായി തീർച്ചയായിട്ടും പ്രൊട്ടസ്റ്റ് ഉണ്ടാവും. കാരണം BJPയുടെ ഇഷ്ടമല്ലേ BJP ആരെ മത്സരിപ്പിക്കണം എന്നുള്ളത്? BJPയുടെ ഇഷ്ടമാണ്, അവർ മത്സരിക്കുകയും. പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരാരെങ്കിലും BJPക്ക് വോട്ട് ചെയ്യുന്നവരായിരിക്കും? അല്ല, BJPക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ BJP ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ പ്രതിഷേധിക്കുന്നതിനാ? ഇപ്പൊ പല കാര്യങ്ങളും മോദിയുടെ, ഇപ്പോൾ മറ്റേ നമ്മളൊരു ഓപ്പറേഷൻ നടത്തിയിട്ട് 35 സൊമാലി ഈ പൈററ്റുകളെ, കടൽക്കൊള്ളക്കാരെ കീഴടക്കിയ ഒരു സംഭവം ഇവിടെയൊക്കെ പത്രങ്ങളിലൊന്നും അത് കാര്യമായിട്ട് കാണുന്നില്ല. എത്രയോ മോദിയുടെ വിജയം സമീപകാലത്തുണ്ടായത് കാണുന്നില്ല. പക്ഷെ നൂപുർ ശർമ്മയെ നിർത്തിയാൽ അവർക്കെതിരായ വാർത്ത ഇത്തരം മാധ്യമങ്ങളിൽ 1-ാം പേജിൽ വരും. അല്ല, ഒരുപക്ഷെ ചിലപ്പോൾ വന്നില്ലെന്നും വരാം. കാരണം എന്നറിയോ, നൂപുർ ശർമ്മയെ നിർത്തി അതിനെതിരെ വാർത്തകൾ വന്നാൽ ഇപ്പോഴത്തെ കൺസോൾട്ടേഷൻ ഉണ്ടാവുമെന്ന് കരുതി അത് പതുക്കി വെക്കാനും മതി. അപ്പോൾ കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടില്ല എന്നാണോ അവരുടെ ധാരണ? ആയിരിക്കും. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ 2-3 ദിവസത്തിനകം
ഈ 3 പേരുടെയും ഒരു സസ്പെൻസ് റായ്ബറേലിയെ പറ്റി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതൊരു നൂപുർ ശർമ്മയുടെ പേരുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അത് ശരിയാവുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. ഒരു നൂപുരധ്വനി കേൾക്കാമോ അതറിയാം. അത് എന്തൊക്കെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP എടുക്കുന്ന ഒരു നിർണായകമായ സിഗ്നൽ കൂടിയായിരിക്കും അത് ഒരു അങ്ങനെ ഒരു സാധാരണഗതിയിൽ പച്ച സിഗ്നൽ എന്നാണല്ലോ പറയുക. അത് ഹിന്ദുക്കളുടെ കാര്യത്തിൽ പറയാൻ പറ്റും ഒരു കാവി സിഗ്നൽ. ഇപ്പോ ഹിന്ദു സ്വത്വം വീണ്ടെടുപ്പിന്റെ കാലമാണല്ലോ. അതുപോലെ തന്നെ ഞാൻ ബാബിയെ പറ്റിയാണ് അന്ന് നൂപുർ സംസാരിച്ചത്. ഞാൻ ബാബിയിൽ തന്നെ പിന്നീട് എത്രയോ വെള്ളം ഒഴുകിപ്പോയി സർവേ നടത്താൻ കോടതിയുടെ അനുമതി സർവേ ചെയ്തു. മറ്റേ ശിവലിംഗം കണ്ട ഭാഗം സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് തിരിച്ചു. അവിടെ അത് മാർക്ക് ചെയ്ത് തിരിച്ചിട്ട് അതിനെതിരെ സ്റ്റേ കൊടുത്തിരിക്കുകയാണ്. ആ സ്റ്റേ അനന്തമായി നിൽക്കും. അപ്പോൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തു. ഒരു ഹിന്ദു പക്ഷത്തിനൊരു വിജയം തന്നെയാണ് ഗ്യാൻ ബാബിയിലും ഉണ്ടായിരിക്കുന്നത്. അതെ, അന്ന് ചർച്ച നടക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതെ അതെ, വേറെ ക്ഷേത്രങ്ങളിലും സർവേ നടത്താനും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇവർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഈ ഇസ്ലാമിക മത തീവ്രവാദികളുമൊക്കെ ആ പ്രതിഷേധിച്ച ആ സംഘം ഒവൈസിയുടെ ഒക്കെ നേതൃത്വത്തിൽ വീണ്ടും ഈ തകിലൊക്കെ കൊട്ടി വരുമായിരിക്കും നൂപുർ. പക്ഷേ എന്തായാലും അതൊരു നിർണായക തീരുമാനവും നൂപുർ ശർമ്മയുടെ 2 കൊല്ലമായി മൗനത്തിൽ കഴിയേണ്ടി വന്ന അതെ അതെ അവരെ പോലൊരു കേഡറിനെ BJP എല്ലാ കാലവും ഉപയോഗിക്കാതിരിക്കുമെന്ന് കരുതാൻ പറ്റില്ല. അത് പറ്റില്ല. അവരൊരു BJPയിലെ ഒരു പടക്കുതിരയാണ്. ഭാവിയിൽ ഒരു മന്ത്രിയും ആകാവുന്ന ആളാണ്. കാരണം 2ാം നിര നേതാക്കളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നല്ലോ, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഫയർ ബ്രാൻഡ് ലീഡർ അമേഠിയില് സ്മൃതി ഇറാനിയും റായ്ബറേലിയിലെ നൂപുറുമാണെങ്കിൽ ശരിക്കും ദേശീയ ശ്രദ്ധാകേന്ദ്രങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പണ്ട് അവരുടെ കീശമണ്ഡലങ്ങളായിരുന്നു കോൺഗ്രസിന്റെ. അങ്ങനെ ആശമണ്ഡലങ്ങൾ പോലും അല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.